നമ്മൾ നിൽക്കുന്നത് വലിയ പെരുന്നാളിൻ്റെ ആഘോഷത്തിൻ്റെ നിറവിലാണ്. ത്യാഗസ്മരണകൾ ഉയർത്തി വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഈ പുണ്യവേളയിൽ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. ഈദ്ഗാഹ് നടക്കുന്ന കോഴിക്കോട് പന്നിയങ്കര സുമംഗലി ഓഡിറ്റോറിയത്തിൽ നിന്ന് സിനോ തോമസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിനോജ്, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഈദ് മുബാറക്. എന്തൊക്കെയാണ് കോഴിക്കോട് നിന്നുള്ള വിശേഷങ്ങൾ? അവിടെ വലിയ പെരുന്നാളിന് വേണ്ടി ഈദ്ഗാഹിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ എത്തിക്കഴിഞ്ഞോ? എന്താണ് കോഴിക്കോട് നിന്നുള്ള നമ്മുടെ വിശേഷങ്ങൾ? പ്രത്യേകിച്ച് കോഴിക്കോട് നിന്നിപ്പോൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പെരുന്നാളിൻ്റെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ തന്നെയായിരുന്നു. ഒത്തുചേരലുകൾ, ഒപ്പം തന്നെ അവധി യാത്രകൾ, വീട്ടുകളിൽ തന്നെയുള്ള ഈ മൈലാഞ്ചിയിടൽ അടക്കമുള്ള ചടങ്ങുകളൊക്കെ കോഴിക്കോട് നിന്ന് നമ്മൾ കണ്ടതാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ? മാത്രമല്ല കോഴിക്കോടാകുമ്പോൾ ഇന്ന് എങ്ങും ബിരിയാണി മണമായിരിക്കുമല്ലോ. അപ്പോൾ സിനോജിൻ്റെ ഇന്നത്തെ ഉച്ചഭക്ഷണമൊക്കെ എവിടെ നിന്നാണ് നമ്മുടെ ടീമിൻ്റെയൊക്കെ? തീർച്ചയായിട്ടും അരുൺകുമാർ, ഈദ് മുബാറക്. എല്ലാവരും പെരുന്നാളിൻ്റെ ആഘോഷത്തിലാണ്. ഞാൻ നിൽക്കുന്നത് സുമംഗലി ഓഡിറ്റോറിയത്തിലാണ്. കോഴിക്കോട് ബീച്ചിൽ ഈദ്ഗാഹില്ല, പകരം പള്ളികളിലും ഇതുപോലുള്ള ഓഡിറ്റോറിയങ്ങളിലുമാണ് ഈദ്ഗാഹ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ 7:30 മണിക്കാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന വലിയ ഈദ്ഗാഹ് നടക്കാൻ വേണ്ടി പോകുന്നത്. നിരവധിയായ വിശ്വാസികൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കടന്നു വരുന്നതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വിശ്വാസികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേക സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മർക്കസിൻ്റെ പള്ളികളിലൊക്കെ തന്നെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ ബലിപെരുന്നാൾ എന്ന് പറയുന്നത് വലിയ പെരുന്നാളാണ്. വിശ്വാസികളെ സംബന്ധിച്ച് ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ഒരു പെരുന്നാൾ കൂടിയാണ്. ഈ ഈദ് നിസ്കാരത്തിന് ശേഷം, ഈ ഈദ്ഗാഹിന് ശേഷം വിശ്വാസികൾ പരസ്പരം ആശ്ലേഷിച്ച് സൗഹൃദം പങ്കിടുന്നു. അതിനുശേഷം വീടുകളിലേക്ക് മടങ്ങി പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. ഒപ്പം തന്നെ ഈ ബലിപെരുന്നാളിൻ്റെ പ്രധാന ചടങ്ങാണ് മൃഗത്തെ ബലി കൊടുക്കുന്നത്. അത് ഈ ഈദ്ഗാഹിന് ശേഷം അങ്ങനെ ഈ മൃഗത്തെ ബലി കൊടുക്കുന്ന ചടങ്ങ് കൂടിയുണ്ട് ഈ ബലിപെരുന്നാളിനോട് അനുബന്ധിച്ച്. നമുക്കറിയാം, ഇബ്രാഹിം നബിയുടെ പുത്രൻ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ തയ്യാറായതിൻ്റെ ഓർമ്മയാണ് ഈ ബലി പെരുന്നാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൃഗത്തെ ബലി കൊടുക്കുന്നത് പ്രധാന ചടങ്ങാണ് ഇന്ന്. ആ ചടങ്ങുകളൊക്കെ തന്നെ കഴിഞ്ഞ ശേഷം പുത്തനുടുപ്പൊക്കെ തന്നെ ഇട്ട് ആളുകൾ ബന്ധുവീടുകളിലേക്ക് പോകും. ഒപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ചെറിയ കുട്ടി പുത്തനുടുപ്പൊക്കെ ഇട്ട് തന്നെ ഈദ്ഗാഹിന് വരുന്ന ഇതൊരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ പുത്തനുടുപ്പിട്ട വിശ്വാസികൾ അവരുടെ ബന്ധുവീടുകളിലേക്കും സുഹൃത്തുക്കളുടെ വീടുകളിലേക്കും പോകുന്ന കുറേ ആളുകൾ ഔട്ടിങ്ങിന് പോകും. കോഴിക്കോട് ബീച്ചായിരിക്കും പ്രധാന കേന്ദ്രം വിശ്വാസികളുടെ ഈ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ക്രമീകരണമൊക്കെ ഒരുക്കിയിരിക്കുന്നത്? ഇവിടെ നല്ല വിശാലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ വലതുഭാഗത്തുള്ള ഹാളിൽ മുഴുവൻ സ്ത്രീകൾക്കും, ഈ ഭാഗത്തുള്ള ഹാളിൽ മുഴുവൻ പുരുഷന്മാർക്കുമുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. നൂറുകണക്കിന് ആളുകൾക്ക് സൗകര്യപ്രദമായിട്ട് ഇവിടെ വന്ന് പോകാവുന്നതാണ്. പിന്നെ പാർക്കിങ്ങും വളരെയധികം നല്ല വിശാലമായിട്ടുണ്ട്. ആഘോഷം എങ്ങനെയായിരിക്കും വിശ്വാസികളുടെ ഇന്നത്തെ ആഘോഷം എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇസ്ലാം പഠിപ്പിച്ച രണ്ടാമത്തെ പെരുന്നാളാണ്. വളരെ സന്തോഷത്തിൻ്റെ പെരുന്നാളാണ് നമുക്കുള്ളത്. ബലി പെരുന്നാൾ എന്നതാണ് ഈ പെരുന്നാളിൻ്റെ പേര് തന്നെ. ഈ ഈദ്ഗാഹ് കഴിഞ്ഞാൽ നമുക്ക് ഇനി ബലികർമ്മങ്ങളിലേക്കാണ് പോകാനുള്ളത്. അതിൻ്റെ ബലികർമ്മവും അതിൻ്റെ ഇറച്ചി വിതരണവും അതുപോലെ തന്നെ കുടുംബത്തിലെ സന്ദർശനവും, രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സന്ദർശിച്ച്, അതേപോലെ തന്നെ പ്രവാചകനെ പഠിപ്പിച്ചതാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ ഈ ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള വളരെയധികം പുണ്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈദ്ഗാഹിലും നമ്മൾ കളക്ട് ചെയ്ത് മറ്റുള്ള പ്രവർത്തനത്തിലൊക്കെ പിന്നെ കൊടുക്കാറുണ്ട്. ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം നബിയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ പെരുന്നാൾ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ചരിത്രം സ്മരിക്കാതെ നമുക്ക് ഈ ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം വിശ്വാസികൾക്ക് മാതൃകയാണ്. അത് ഒരു പിതാവെന്ന നിലയിലും മകനെന്ന നിലയിലും അതേപോലെ തന്നെ പിന്നെ ഒരു രക്ഷിതാവെന്ന നിലയിലും സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന വിഷയത്തിലുമൊക്കെ തന്നെയും ഇബ്രാഹിം നബി നമുക്ക് മാതൃകയാണ്. അവിടെയൊക്കെ തന്നെയും വിശ്വാസികൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതൊക്കെ ഒരു ജീവിതത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ വിശുദ്ധ ഖുർആനിലൂടെ തന്നെ ഇബ്രാഹിം നബിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സുഹൃത്തെന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ മാതൃകയായിട്ടുള്ളവൻ എന്നുമൊക്കെ, അതേപോലെ തന്നെ കടമകൾ നിറവേറ്റിയവൻ എന്നൊക്കെ പ്രവാചകനെക്കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു വളരെയധികം മാതൃകയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ആ ചരിത്രം പഠിച്ചാൽ നമുക്ക് ഏവർക്കുമൊക്കെ ഉപകാരപ്രദമാകും. ഇബ്രാഹിം നബിയുടെ വിശ്വാസത്തിലുള്ള നമ്മുടെ വിശ്വാസങ്ങളെ കുറച്ചും കൂടി വിശ്വാസം ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ പെരുന്നാൾ സഹായിക്കത്തില്ല? വിശ്വാസം കൂടെ കുറച്ചുകൂടി ശക്തിപ്പെടില്ലേ? യെസ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെയാണ്. ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോ വിശ്വാസികൾ പിന്നെ പരീക്ഷണത്തിൽ ഏർപ്പെടുമ്പോൾ ദൈവം പരീക്ഷിക്കുമെന്നുള്ളതാണ്. ആ പരീക്ഷണത്തിൽ തങ്ങൾ മക്കളില്ലാത്ത സന്ദർഭത്തിലുള്ള പരീക്ഷണം ഇബ്രാഹിം നബി ഉണ്ടായിട്ടുണ്ട്. മക്കളുണ്ടായ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന, മക്കയിൽ അവിടെ കൊണ്ടുപോയിട്ട്
പിന്നെ പാർപ്പിക്കാനുള്ള കൽപ്പനയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്രാഹിം നബിയെക്കുറിച്ച് ഇപ്പോൾ ബലിയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രത്തിൽ മകൻ മുതിർന്നപ്പോൾ ഇബ്രാഹിം നബിയെ പരീക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം അവനെ അറുക്കുവാൻ വേണ്ടി കൽപ്പിച്ചു എന്നുള്ളതാണ്. ആ സന്ദർഭത്തിലൊക്കെ തന്നെയും ഇബ്രാഹിം നബി ആ പരീക്ഷണത്തിൽ മികവുറ്റതായി വിജയിച്ചു എന്നുള്ളതാണ്. അതാണ് കടമകൾ നിറവേറ്റിയവൻ എന്ന് പറയുന്നത്. ആ സമയത്തിൽ മകനെ അറുക്കാൻ ഒരുങ്ങിയ സന്ദർഭത്തിലാണ് പടച്ചവൻ പറയുന്നത് അത് വേണ്ട എന്നുള്ളതും പിന്നെ അതിന് പകരം അങ്ങനെ മൃഗത്തെ ബലിയർപ്പിച്ചാൽ മതി എന്നുള്ളതും ആ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ബലികർമ്മത്തിലൂടെ നിറവേറ്റുന്നത് എന്നുള്ളതാണ്. വിശ്വാസികളൊക്കെ തന്നെ പള്ളികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വിശ്വാസത്തിൻ്റെ അടിയുറച്ച വിശ്വാസമുള്ള ആളുകൾക്ക് കുറച്ചും കൂടി വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ്. ഒപ്പം തന്നെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും, അതായത് ഇബ്രാഹിം നബി സ്വപുത്രനെ ബലി കൊടുക്കാൻ തയ്യാറായതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ കൂടിയാണ്. അവരുടെ വിശ്വാസം കൂടുതൽ ആട്ടിയുറപ്പിക്കാനും സഹോദര സ്നേഹം പങ്കുവയ്ക്കാനും ത്യാഗത്തിൻ്റെ സ്മരണകൾ പുതുക്കാൻ വേണ്ടിയുള്ള ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ തിരുനാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസികളൊക്കെ തന്നെ ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന കാഴ്ചകളാണ് കാണുന്നത്. കോഴിക്കോട് നഗരത്തിലെ എല്ലാ പള്ളികളിലും രാവിലെ 7 മണി 7:30 ഈ സമയത്താണ് ഈദ്ഗാഹ് നടക്കുന്നത്. താങ്ക് യു സിനോജ്. ഈദ്ഗാഹ് കഴിഞ്ഞാൽ പിന്നീട് ബലിപ്പെരുന്നാളിന്റെ ചടങ്ങുകളാണ്. ബലിപ്പെരുന്നാളിന്റെ ഭാഗമായി മാംസവിതരണം ഉണ്ടാവും. അതിനുശേഷം ഓരോ വീടുകളിലും നല്ല ഭക്ഷണം ഉണ്ടാവും. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക. പിന്നീട് ദാനധർമാദികൾ ചെയ്യാനുള്ള ഒരു വേളയാണ്. പ്രത്യേകിച്ച് ഈ നമ്മളൊരു വ്യക്തിയെ സഹായിക്കുന്നു എന്നത് മാത്രമല്ല, നിങ്ങൾ എത്രത്തോളം ത്യാഗം ചെയ്യാൻ തയ്യാറാണ്, എത്രത്തോളം അഗ്നിപരീക്ഷണങ്ങൾക്ക് നിങ്ങൾ വിധേയമാണ് നിങ്ങളുടെ ശരീരവും മനസ്സും എന്നുള്ളതാണ് ഈ ദിവസം നമ്മൾ ഓർമ്മിക്കേണ്ടത്. സ്വന്തം മകനെ തന്നെ ബലി കൊടുക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ അതിന് മടിക്കാതെ നിൽക്കുന്നൊരു വിശ്വാസിയും ആ ഘട്ടം എത്തുന്ന സമയത്ത് നേരിട്ട് പറയുന്നു, വേണ്ട, നിന്റെ ആ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് അതിന് പകരം ഒരു മൃഗത്തെ ബലി നൽകിയാൽ മതി എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ പാളയത്തേക്ക് പോകുന്നു. അവിടെ പാളയം മൗലവി ഇപ്പോൾ സന്ദേശം നൽകുകയാണ്. തിരുവനന്തപുരത്തേക്ക് പോകുന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വ്യത്യസ്ത തിരുവനന്തപുരത്തെ ദൃശ്യമാണ് ഇപ്പോൾ വീണ്ടും ഖിയാമിലേക്ക് വരുന്നതാണ്. ഖിയാമിലേക്ക് വന്നു കഴിഞ്ഞാൽ, നൃത്തത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തും ഓതിയതിനു ശേഷം 3 തക്ബീർ എന്നുള്ളതാണ്. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തും ഓതിയതിനു ശേഷമാണ് രണ്ടാമത്തെ റക്അത്തിൽ 3 തക്ബീർ ഉള്ളത്. കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ഈദ്ഗാഹ് ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കൊച്ചിയിലടക്കം കാലാവസ്ഥ പ്രതികൂലമാവുന്ന സാഹചര്യങ്ങളിൽ പള്ളികൾക്കുള്ളിൽ തന്നെയാണ് ഈദ്ഗാഹ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട് നമ്മൾ പന്നിയങ്കര സുമംഗലി ഓഡിറ്റോറിയത്തിലാണ് ഈദ്ഗാഹ് നടക്കുന്നത്. അവിടെ സിനോജ് തോമസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് തിരുവനന്തപുരത്ത് നിന്നുമുള്ള ദൃശ്യങ്ങളാണ്. പാളയത്ത് നിന്നുമുള്ള ദൃശ്യങ്ങൾ. പ്രാർത്ഥനകൾ പുരോഗമിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞാൽ ബലിച്ചടങ്ങുകൾക്ക് ശേഷം എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ചേർന്നിരുന്ന ഭക്ഷണം. സാധാരണ മനുഷ്യർക്ക് ഇന്ന് ആരും പട്ടിണി കിടക്കാൻ പാടില്ല. ദാനധർമാദികൾക്ക് അത്രമേൽ പ്രസക്തിയുള്ള ഒരു ദിവസം കൂടിയാണ്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കൂടിയാണ്. അഗ്നിപരീക്ഷണങ്ങൾ നേരിടാത്തതായി ഈ ഭൂമിയിൽ ആരുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ജീവൻ എടുക്കാത്തവരും ജീവൻ വെടിഞ്ഞവരുമല്ലാതെ മറ്റാരും അഗ്നിപരീക്ഷണങ്ങളെ നേരിടാത്തവരായി ഉണ്ടാവില്ല. ആ അഗ്നിപരീക്ഷണങ്ങളിൽ തളരാതിരിക്കുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് ഇബ്രാഹിം പ്രവാചകൻ എന്ന് ഈ ദിവസം ഓർമ്മപ്പെടുത്തുന്നു. അത് നമ്മളുടെ എല്ലാം ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ്. അഗ്നിപരീക്ഷണങ്ങളെ നേരിടാൻ തയ്യാറായിരിക്കുക. സഹനം കൊണ്ട് അഗ്നിപരീക്ഷണങ്ങളെ വിജയിക്കാൻ സാധിക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ബലിപ്പെരുന്നാൾ ദിനത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ അത്തറിൻ്റെയും മൈലാഞ്ചിയുടെയും ബിരിയാണിയുടെയും മണം എല്ലായിടങ്ങളിലും ഇനി പരക്കും. അങ്ങനെ വലിയ പെരുന്നാൾ ഇന്നിപ്പോൾ മലയാളികളും ആഘോഷിക്കുകയാണ്. തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും കൊച്ചിയിലെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈദ്ഗാഹ് നേരുകയും ചെയ്യുന്നു. നമുക്ക് തിരിച്ചു വരാം.